വൈദ്യുതിയാണ് വിഷയം. സുഹൃത്തുക്കളെ, ഹോസ്പിറ്റലാണ് വിഷയം. രണ്ട് മന്ത്രികളാണ് അല്ലെങ്കിൽ രണ്ട് മന്ത്രിമാരാണ് നമ്മുടെ കേരളത്തിൽ ഒരു വലിയ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ കേരളത്തിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചു എന്ന് വിചാരിക്കുക. ആക്സിഡന്റ് സംഭവിച്ച ആ ഒരു ആളുകളെയും കൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ആംബുലൻസുകൾ സർക്കാർ ഹോസ്പിറ്റലിലേക്ക് ചീറിപ്പാഞ്ഞു പോകും. പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിന് ശേഷം അല്ലെങ്കിൽ പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർമാർ ചിലപ്പോൾ വിധി എഴുതും, ഇന്ന രോഗികൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ചികിത്സ ആവശ്യമാണ് അല്ലെങ്കിൽ ഓപ്പറേഷൻസ് ആവശ്യമാണ്. പക്ഷേ അതങ്ങനെ പറഞ്ഞാലും പറ്റില്ല. ഓപ്പറേഷൻ അവിടെ നടത്തുന്ന സമയത്ത് പെട്ടെന്ന് കറണ്ട് പോയാലോ, ഇനി കറണ്ട് പോയിട്ട് എന്തെങ്കിലും രോഗിക്ക് സംഭവിച്ചാലോ, അപ്പോഴത്തെ നമ്മുടെ ആരോഗ്യമന്ത്രി ഇങ്ങനെ പറയും, അതുകൊണ്ട് പവർ കട്ട് ഉണ്ടെങ്കിൽ സർജറി നടത്താൻ അതിനുശേഷം നടത്താം. അപ്പൊ എന്ത് ചെയ്യും? ആരോഗ്യമന്ത്രി ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഡോക്ടർമാർ എന്ത് ചെയ്യും? കൃത്യമായിട്ട് ചികിത്സ കൊടുക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമല്ലേ? ഇതിപ്പോ കൊടുക്കാൻ കഴിയുമോ? ഇല്ലല്ലോ. കാരണം കറണ്ട് ഉള്ളപ്പോൾ മാത്രം എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഓപ്പറേഷൻസ് ചെയ്താൽ മതി എന്നാണ് ഇപ്പോൾ നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ വിശദീകരണം. പവർ കട്ട് അരമണിക്കൂറിലേ ഉള്ളൂ. ശരിയാണ്, കറണ്ട് ഉള്ളപ്പോൾ തന്നെയല്ലേ ഈ ചികിത്സ ഒക്കെ നടത്തേണ്ടത്. ഇനി അതല്ല സാറേ, എപ്പോഴാണ് കറണ്ട് പോവുക എന്നതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് ധാരണയൊന്നുമില്ല. അരമണിക്കൂറിലേ ഉള്ളൂ. ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക, പെട്ടെന്ന് കറണ്ട് പോകുന്നു, അപ്പൊ എന്ത് ചെയ്യും? അതുകൊണ്ട് പവർ കട്ട് ഉണ്ടെങ്കിൽ സർജറി നടത്താൻ അതിനുശേഷം നടത്താം. പവർ കട്ട് അരമണിക്കൂറിലേ ഉള്ളൂ. ഡോക്ടർമാർക്ക് വിശ്രമിക്കാം. എല്ലാവരും പോയിരുന്നോളേ, കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചോളൂ, അരമണിക്കൂർ വിശ്രമം. അതുകൊണ്ട് പവർ കട്ട് ഉണ്ടെങ്കിൽ സർജറി നടത്താൻ അതിനുശേഷം നടത്താം. പവർ കട്ട് അരമണിക്കൂറിൽ. അങ്ങനെ അവിടെ നിന്നിട്ട് റീലൊക്കെ കാണും ഡോക്ടർമാര്, അല്ലയോ? അതൊക്കെ കഴിഞ്ഞിട്ട് കറണ്ട് വന്നു ഗെറ്റ് റെഡി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? വീണ്ടും ഓപ്പറേഷനിലേക്ക് നീങ്ങും. അപ്പോഴത്തും ചിലപ്പോൾ രോഗി മരിച്ചിട്ടുണ്ടാവും. അങ്ങനെ രോഗി മരിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരുടെ പ്രശ്നമാണ്? അത് ഡോക്ടർമാരുടെ പ്രശ്നമാണ്. കാരണം അവർക്കാണല്ലോ തെറ്റ് പറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് പവർ കട്ട് ഉണ്ടെങ്കിൽ സർജറി നടത്താൻ. കാരണം എന്താ തെറ്റുപറ്റി? എങ്ങനെയാ അവര് കറണ്ട് കട്ട് സമയത്ത് തന്നെ അല്ലേ ഓപ്പറേഷൻ നടത്താൻ നോക്കി. അതുകൊണ്ട് പവർ കട്ട് ഉണ്ടെങ്കിൽ സർജറി നടത്താൻ അതിനുശേഷം നടത്താം. അപ്പൊ ഡോക്ടർമാർക്കെതിരെ തീർച്ചയായിട്ടും നടപടി എടുക്കണം. ഇനിയിപ്പോ എപ്പോഴാണ് കറണ്ട് കട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ മറ്റേ മന്ത്രിയോട് വിളിച്ചു വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എന്താ പറയാ? അറിയില്ല, എനിക്കൊന്നും അറിയില്ല, ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറയാനായി. ആകെ മൊത്തം പ്രശ്നമാണ് എന്നും നിങ്ങൾ വിചാരിക്കരുത്. ഇങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോ കറണ്ട് കട്ട് സമയത്ത് ഏതൊരു ഡോക്ടർ ഏതൊരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ ചികിത്സയ്ക്ക് വന്ന ഒരു രോഗിക്ക് വളരെ പെട്ടെന്ന് തുന്നലിട്ട് കൊടുക്കേണ്ടതായിരുന്നു. തുന്നലിട്ട് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തുന്നലിട്ട് കൊടുക്കണ്ടേ? പക്ഷേ തുന്നലിടുന്ന സമയത്താണ് പെട്ടെന്ന് കറണ്ട് പോയത്. 2 തുന്നൽ ഇട്ടിട്ടുള്ളൂ, 5-6 തുന്നൽ വേണം. പെട്ടെന്ന് കറണ്ട് പോയി. ഇനി എന്ത് ചെയ്യും? അരമണിക്കൂർ അവിടെ ഇരിക്കൂ, ഞാൻ അരമണിക്കൂർ കഴിഞ്ഞ് വരാം എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ആ തുന്നൽ കംപ്ലീറ്റ് ചെയ്യണം. ഒപ്പമുള്ളവർ സഹായിച്ചു, നഴ്സുമാരോ ഒപ്പമുള്ള നാട്ടുകാരോ ഈ ഗവൺമെന്റിന് വോട്ട് കുത്തിയ ആൾക്കാരോ, അവർക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായി. ഒരു മിനിറ്റ് സാർ, അവരവരെ മൊബൈൽ എടുക്കുന്നു. മൊബൈലിൽ ടോർച്ച് ഉണ്ടല്ലോ, കൊള്ളാം. ആ ഒരു സംവിധാനം വന്നത് ചീർപ്പല്ല കേട്ടോ, ആ ഒരു സംവിധാനം വന്നത് നല്ല കാര്യമല്ലേ? ടോർച്ച് ഓൺ ചെയ്യുന്നു, അടിച്ചെടുക്കുന്നു. ഡോക്ടർ ആ ടോർച്ചിന്റെ വെളിച്ചത്തിൽ ആ ഒരു ചികിത്സ നടത്തുന്നു, ആ ഒരു തുന്നിൽ കെട്ട് നടത്തുന്നു. ഡോക്ടർ അഭിനന്ദിക്കണ്ടേ? തീർച്ചയായിട്ടും അഭിനന്ദിക്കണം. നല്ല വെളിച്ചത്തിൽ തുന്നിക്കെട്ടൽ നടത്തിയ ആ മനുഷ്യൻ ഒരു ടോർച്ചിന്റെ വെളിച്ചത്തിൽ, അതൊരു മൊബൈൽ ടോർച്ചിന്റെ വെളിച്ചത്തിലാണ് ആ തുന്നിക്കെട്ടൽ നടത്തിയതെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും നല്ല ഡോക്ടർക്കുള്ള അവാർഡൊക്കെ തീർച്ചയായിട്ടും കൊടുക്കണം. ഞാൻ പരിഹസിച്ചതേ അല്ല കേട്ടോ. ഇപ്പോഴത്തെ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു വരികയാണ്. അപ്പോഴാണ് നമ്മൾ വിഖ്യാതമായിട്ടുള്ള ആ ഡയലോഗ് കേൾക്കേണ്ടത്. കേട്ടോക്കൂ. അതുകൊണ്ട് പവർ കട്ട് ഉണ്ടെങ്കിൽ സർജറി നടത്താൻ അതിനുശേഷം നടത്താം. എന്തൊരു സുന്ദരമായ ഡയലോഗല്ലേ! ഒരു ആരോഗ്യമന്ത്രി, ഉത്തരവാദിത്തപ്പെട്ട ഒരു ആരോഗ്യമന്ത്രി പറയാണ് കറണ്ട് കട്ട് സമയത്ത് ഓപ്പറേഷൻസ് മാറ്റിവെക്കണം അല്ലേ? എന്റെ സുഹൃത്തുക്കളെ, എന്തൊരു വിഡ്ഢിത്തമാണ് ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തൊരു മഹാപൊട്ടത്തരമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ ആരെങ്കിലും നമ്മുടെ ചുറ്റുമുണ്ടോ? ഞാൻ കുറെ നോക്കി. ഏതെങ്കിലും മാധ്യമങ്ങൾ, മാതൃഭൂമി അല്ലേ, 24, മനോരമ, അല്ല റിപ്പോർട്ടർ, ആരെങ്കിലും ഈ വിഷയം വെച്ചുകൊണ്ട്
ആരോഗ്യമേന്ദ്ര എന്താണ് ഇമ്മാതിരി മൊയന്ത് തിരക്ക വിളിച്ചു പറയുന്നേ എന്ന് ചർച്ച ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോന്ന് ഞാൻ ചുറ്റും നോക്കി. ആരൊന്നും മിണ്ടുന്നില്ല. എന്തുകൊണ്ടാണ് അതിങ്ങനെ സംഭവിക്കുന്നത്? അതൊരു വിഷയമുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് ശീലമായി കഴിഞ്ഞാൽ അതൊരു പ്രശ്നമായിട്ട് തോന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ചില കാര്യങ്ങൾ നമുക്ക് ശീലമായി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമായി തോന്നില്ല. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ കറണ്ട് കട്ടൊക്കെ ഒരു പ്രശ്നമായിട്ട് മാറുന്നത്? കഴിഞ്ഞ 10 വർഷം കൊണ്ട് കറണ്ട് കട്ടില്ല. അപ്പൊ പെട്ടെന്ന് ഇതുകൊണ്ട് കറണ്ട് പോവാന്നൊക്കെ പറയുമ്പോൾ ഒരു അത്ഭുതമായിട്ടും ഒരു പ്രശ്നമായി തോന്നും. സത്യം പറഞ്ഞാൽ ഇതിന് കുറ്റം പറയേണ്ടത് പിണറായി വിജയൻ തന്നെയാണ്. മൂപ്പരാണ് ഇതൊക്കെ പഠിപ്പിച്ചത്. മൂപ്പരാണ് ഈ ഹോസ്പിറ്റലൊക്കെ നാശമാക്കിയത്. കാരണം കറണ്ട് കട്ട് ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ ജനറേറ്ററൊക്കെ നേരാക്കണോ എന്ന് പോലും അവർ വിചാരിച്ചു പോയി. കാരണം കറണ്ട് കട്ട് ഉണ്ടാവില്ല, കറണ്ട് പോവുക എന്ന് പറയുന്ന പരിപാടി ഉണ്ടാവില്ല. അത് ഉണ്ടാവണമെങ്കിൽ കേരളം മൊത്തമായിട്ട് മുങ്ങി പോകേണ്ടി വരും. അത് പിണറായി വിജയൻ കാലഘട്ടത്തിലെ. അപ്പോൾ ആ ഒരു കാലഘട്ടം തന്നെയാണ് ഇപ്പോഴും എന്ന ധാരണയിലായിരുന്നു പോലീസുകാരുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ മന്ത്രി വളരെ വ്യത്യസ്തനാണ്. അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ട് പവർ കട്ട് ഉണ്ടെങ്കിൽ സർജറി നടത്താൻ അതിനുശേഷം നടത്താം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇങ്ങനെയുള്ള വാക്കുകളുമായിട്ട് നമ്മൾ എത്ര കാലം മുന്നോട്ട് പോകേണ്ടി വരും അല്ലേ? അപ്പോഴും അദ്ദേഹം ഇങ്ങനെയൊക്കെ തന്നെ പറയും. അതുകൊണ്ട് പവർ കട്ട് ഉണ്ടെങ്കിൽ സർജറി നടത്താൻ അതിനുശേഷം നടത്താം. പവർ കട്ട് 1/2 മണിക്കൂറിലേ ഉള്ളൂ. ബൈ.